പരാതികളിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടതോടെ പരാതിക്കാരികളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും പ്രതിയുടെ ഭാഗവും പോലീസ് അന്വേഷിക്കണമെന്ന സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി. നിരപരാധികളെ ആളുകൾക്കെതിരെ ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രവണത ഇക്കാലത്ത് നിലനിൽക്കുന്നുവെന്നും അതിനാൽ തന്നെ പരാതിക്കാരി ഒരു സ്ത്രീയായി എന്നതുകൊണ്ട് മാത്രം അവരുടെ മൊഴി സവിശേഷ സത്യമാണെന്ന് കരുതാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് വ്യക്തമാക്കിയത്. അതേസമയം പരാതിക്കാരി വിവാഹിതയാണെങ്കിൽ വിവാഹമോചനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന കുറ്റം പ്രതിക്കെതിരെ നിലനിൽക്കില്ല എന്ന സുപ്രധാന വിധിയാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് പരാതിക്കാരി ഭർത്തൃമതിയെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ല എന്ന നിരീക്ഷണം നടത്തിയത്. ഇത്തരം കേസിൽ വിവാഹ വാഗ്ദാനം തന്നെ അസാധ്യമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന വ്യക്തിക്കെതിരെയാണ് വിവാഹിതയായ പരാതിക്കാരി വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന് കേസ് നൽകിയത്. വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നായിരുന്നു പരാതിക്കാരി ആരോപിച്ചത്. എന്നാൽ ഒരു സ്ത്രീ വിവാഹമോചനം നേടാതെ വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം വ്യത്യസ്തമാകുന്നുവെന്നും അത്തരം സന്ദർഭങ്ങളിൽ വിവാഹ വാഗ്ദാനം തന്നെ അസാധ്യമെന്നുമായിരുന്നു കോടതി ആരോപിച്ചത്. ഇത് അടിസ്ഥാനരഹിതമെന്ന് കണ്ടെത്തിയാണ് ഹൈക്കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത്. പരാതിക്കാരിയുമായി ഒന്നിലധികം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും 9,30,000 രൂപ വാങ്ങിയെന്നുമാണ് കേസ്. പ്രതികൾക്കെതിരെ അനധികൃതമായി തടങ്കൽ വയ്ക്കൽ, ഒരേ സ്ത്രീ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു പോലീസ് കേസെടുത്തത്. പരാതിക്കാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുവെന്നും പിന്നീടാണ് അവർ വിവാഹിതയാണെന്നും 2 കുട്ടികളുടെ മാതാവാണെന്ന് അറിഞ്ഞെന്നുമായിരുന്നു എതിർകക്ഷി വാദമുയർത്തിയത്. ഇതിന് പിന്നാലെ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇയാൾ ആരോപിച്ചു. തുടർന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുമാത്രമല്ല, വിവാഹ ജീവിതത്തിലെ പരാജയം ജീവിതത്തിലെ അവസാനമല്ല എന്നായിരുന്നു സുപ്രീം കോടതി നിരീക്ഷിച്ചത്. നവദമ്പതികൾക്ക് വിവാഹമോചനം നൽകിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. വിവാഹിതരെ 1 വർഷത്തിനുള്ളിൽ വേർപിരിഞ്ഞതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിൽ തീരുമാനമെടുക്കുന്നതിനിടെയാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം. ദമ്പതികൾക്ക് ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള പ്രത്യേക അധികാരങ്ങൾ ഉപയോഗിച്ച് സുപ്രീം കോടതിയിലെ വിവാഹമോചനം അനുവദിക്കുകയും കക്ഷികൾ തമ്മിലുള്ള എല്ലാ നിയമ നടപടികളും അവസാനിപ്പിക്കുകയും ചെയ്തു. കക്ഷികൾ ഇരുവരും ചെറുപ്പമാണെന്നും മുന്നോട്ട് നോക്കണമെന്നും വിവാഹം പരാജയപ്പെട്ടാൽ ഇരുവരുടെയും ജീവിതം അവസാനിക്കില്ല എന്നും ഭാവിയിൽ പുതിയ ജീവിതം ആരംഭിക്കുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും വിവിധ കോടതികളിലായി ക്രിമിനലായും സിവിലായും കുടുംബങ്ങൾ ഫയൽ ചെയ്ത കേസുകളിലും കോടതി പരിഗണിച്ചു. ഭർത്താവിനെതിരെയും ഭർത്തൃ വീട്ടുകാർക്കെതിരെ യുവതി നൽകിയ പീഡന പരാതി കോടതി പരിഗണിക്കുകയായിരുന്നു. വിവാഹമോചനം ലഭിക്കുന്നതിലൂടെ നിയമപരമായി തർക്കങ്ങളുടെ ഭാരമില്ലാതെ ഇരു കക്ഷികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും കക്ഷികൾ സമാധാനപരമായി ജീവിക്കാനും ജീവിതത്തിൽ കൂടുതൽ മുന്നോട്ട് പോകണം എന്നായിരുന്നു കോടതി അഭ്യർത്ഥിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.